ഇവൾക്കിത് എന്നും ചെയ്തൂടെ? ഈ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ 7 മണിക്കാന്ന് അവളുടെ ഒരു വിചാരം എന്നും പറഞ്ഞ് ദീർഘനിശ്വാസം വിട്ടുവരുന്ന മഹാദേവനെ കണ്ട് ഗണപതി ഇങ്ങനെ പറഞ്ഞു. അവൾക്ക് ബുദ്ധി ഇല്ലാണ്ടല്ലേ അച്ഛാ, ഞാൻ കുറച്ച് ബുദ്ധി കൊടുത്ത് ശരിയാക്കാം. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടരെ വിചാരിച്ചിട്ട് അവള് നേരെയായിട്ടില്ല, പിന്നെയാണോ? ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല മോനെ, നീ ശ്രമിച്ചു നോക്ക് എന്ന് മഹാദേവനും. ഹൈ, എന്തിനാ ഭഗവാനെ ഇതിന്റെ ഇടയ്ക്ക് എന്റെ അച്ഛനെ വിളിച്ചേ? ഇന്ദ്രൻ ചോദിച്ചു. അതൊരു ഒഴുക്കിൽ പറഞ്ഞെന്നേ ഉള്ളൂ ഇന്ദ്ര, കണക്കാക്കണ്ട, മഹാദേവൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അപ്പോഴാണ് പാർവതി വന്നത്. ശിവേട്ടാ, ശിവേട്ടാ, ഇന്ന് ചായക്കൊന്നും വേണ്ടേ? എന്താ കീഴ്പ്പെട്ട് നോക്കിയിരിക്കണേ? പാർവതി ഒന്ന് കീഴ്പ്പെട്ട് നോക്കൂ, എന്താ കാണണേന്ന്. നമ്മുടെ കുട്ടി നേരത്തെ എണീറ്റിരിക്കണു. ലക്ഷ്മി എന്നെ വിളിച്ചിരുന്നു, കല്യാണത്തിന് പോവാൻ. കുട്ടി 4 പവന്റെ നാഗപാടട്ടില്ലേ, അപ്പൊ ലക്ഷ്മി അങ്ങോട്ട് ചെന്നിരുന്നു അത്രേ. അങ്ങനെയാ ലക്ഷ്മി അറിഞ്ഞത്, പാർവതി പറഞ്ഞു. അവിടുന്ന് ഇങ്ങോട്ട് വരൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ, ഇന്ന് ചായ പോലും കുടിച്ചിട്ടില്ല, ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വരൂ. പാർവതി, എനിക്ക് ദോശ വേണ്ടാട്ടോ, എന്നും ഒരു ദോശ, എനിക്ക് പൂരി മസാല വേണം. ദേ, അവിടുന്ന് ഇങ്ങനെ വാശി പിടിക്കരുത് കേട്ടോ, ഉത്തരേന്ത്യയിൽ ഭയങ്കര മഴയാ. അവിടുന്ന് ഇങ്ങനെ ശാഠ്യം പിടിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇനി അത് കൊണ്ടുവന്ന കൃഷിക്കാർക്ക് അത് വിറ്റ് ജീവിക്കാൻ പറ്റുമോ എന്നും പറഞ്ഞ് പാർവതി അകത്തേക്ക് കയറിപ്പോയി. നിങ്ങൾക്ക് എന്താ തോന്നണേ? മഹാദേവൻ ദോശ കഴിച്ചിണ്ടാവോ? അതോനിപ്പൊ പാർവതി പൂരി മസാല ഉണ്ടാക്കി ഉണ്ടാവോ? കമന്റ് ബോക്സിൽ പറയൂട്ടോ, അപ്പോഴേക്ക് ഞാൻ അടുത്ത റീലായിട്ട് വരാം.